വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് ഡേ ഫൈനലാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ വീട്ടിലൊരു പാട്ട് കാണും. അപ്പോൾ നമ്മൾ അവരൊക്കെയാണ് ഈ ചെയ്ത് ആരൊക്കെയാണെന്നെല്ലാം നോക്കുമ്പോൾ ഡാൻസേഴ്സ് എല്ലാം ഉണ്ടാവും അകത്തുനിന്ന്. പിന്നെ ജാസ്മിനാണ് പുറത്തു പോയി നോക്കുന്നത്. അപ്പോൾ പുറത്ത് ആരൊക്കെയോ നിന്നിട്ട് കാണും. നോക്കുമ്പോൾ വിധു പ്രതാപും സിത്താരിയുമാണ്. അപ്പോൾ സ്റ്റാർ സിംഗറിൻ്റെ എന്തോ പ്രൊമോഷനും കൂടിയാണത്. അപ്പോൾ പാട്ടുപാടി ഡാൻസേഴ്സ് എല്ലാം കൂടി അവരകത്ത് വരും. എന്നിട്ട് അകത്തുനിന്ന് കുറച്ച് സംസാരിക്കും. അവർ പറയും നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് വേണം നമുക്കിവിടെ കയറാമെന്നൊക്കെ വിധു പ്രതാപ് പറയുന്നുണ്ട്. അപ്പോൾ പാട്ടൊക്കെ പാടി അവരെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെ അവരോടെല്ലാം എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിലും വീട് മൊത്തം അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയാക്കിയിരുന്നു. ഇന്ന് ഫൈനാലെ അല്ലേ, അപ്പോൾ അതിൻ്റെതായ ഡെക്കറേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരിങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ അവർ പുറത്തേക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അവർ പ്രധാന വാതിലേക്കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. ഡാൻസേഴ്സ് എല്ലാം പോയി. അപ്പോൾ പിന്നെ കാണിക്കുന്നത് മോഹൻലാൽ സാറിൻ്റെ എൻട്രിയാണ്. സഗറയിലെസ് ജാക്കിയിലെ പാട്ടൊക്കെ വെച്ചിട്ട് 2-3 സോങ്സ് എല്ലാം വെച്ചിട്ട് മോഹൻലാൽ സാറിൻ്റെ എൻട്രിയാണ്. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ ഹൗസിലേക്കൊരു തിരിഞ്ഞു പോക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം വീഡിയോസ് എല്ലാം കാണിക്കും. അതായത് ഇത്ര ദിവസം. പിന്നെ ഒരു ഡാൻസ് ഉണ്ട്, ആവേശത്തിലെ പാട്ടില്ലേ, ആഹാ അർമാദം, ആ പാട്ട്. അപ്പോൾ ആദ്യം തന്നെ ശ്രീതു ശരണ്യാണ് വരുന്നത്. അങ്ങനെ ഓരോരുത്തർ ഓരോ സ്റ്റെപ്പ് ഇട്ടിട്ട് പോകുന്നത്. പിന്നെ യമുനിയും മറ്റേ ഇവനുമാണ്. പിന്നെ അടുത്തത് ജാൻമണിയും വേറെ ഒരാളും. പിന്നെ വരുന്നത് സിജോവും റസ്മിനുമാണ്. അത് കഴിഞ്ഞാൽ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ 2 സ്റ്റെപ്പ് ഇട്ടിട്ട് അങ്ങനെ പോവാന്ന്. ശ്രീരേഖയൊക്കെ വന്നു. പിന്നെ പൂജയും അഭിഷേകുമാണ്. ഔട്ടായ ഒരു അഭിഷേകില്ല, ആയ അഭിഷേകാണ്. പിന്നെ ഗബ്രിയും അപ്സരയുമാണ്. നല്ല അടിപൊളിയായിരുന്നു. രണ്ടാളെ കോമ്പിനേഷനും നല്ല ഡ്രസ്സ് കോമ്പിനേഷനും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സായും നന്ദനയാണ് എന്ന് പറയുന്നത് ഏച്ചിയും ഏട്ടനും അനിയത്തിയും. പിന്നെ വന്നത് നോറയും അൻസിബയാണ് ലാസ്റ്റ് വന്നത്. പിന്നെ എല്ലാവരും കൂടെ വന്നിട്ട് ഒരു ഡാൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതായത് എല്ലാ കൊല്ലവും എടുക്കുന്നതാണ്. ഇങ്ങനെ സ്റ്റാച്ചു ആയി നിന്നിട്ട് വീട്ടിൻ്റെ ഓരോ ഭാഗത്ത് നിന്നിട്ടുള്ള സ്റ്റാച്ചു ആയിട്ട് നിന്നിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിന്നിട്ടുണ്ടാവും സ്റ്റാച്ചു ആയിട്ട്. എൻ്റെ ആ വീഡിയോസ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് എത്തുന്നത് പുറത്തല്ല, ഗാർഡൻ ഏരിയയിൽ നിൽക്കുന്ന ടോപ്പ് 5 ആണ് കേട്ടോ. അപ്പോൾ ടോപ്പ് 5-ൽ 4 ആണുങ്ങളും ഒരു പെൺകുട്ടിയാണ് ഉള്ളത്. അതിലൊരു ജാസ്മിൻ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ജാസ്മിൻ അർഹതയുണ്ട് ടോപ്പ് 5-ൽ വരാൻ. ആദ്യം അർഹതയുണ്ട്, കുറച്ചും കൂടെ വിന്നറാവാനുള്ള അർഹത. ഒരു വോട്ട് വെച്ചാൽ PR വർക്കൊന്നും ചെയ്യാണ്ട് വിന്നറാവാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ജാസ്മിൻ കോംബോ കളിച്ചിട്ടാണ് അത് വേണ്ടാന്ന് വെച്ചത്. പിന്നെ എല്ലാവരോടും അവരവരെ അനുഭവം ചോദിക്കുന്നുണ്ട്. എന്തുണ്ട് ഇത്രയും ദിവസം നിന്നതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഓരോരുത്തരും എഴുന്നേറ്റിട്ട് അത് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഔട്ടായ കണ്ടസ്റ്റൻസിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രിയുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഗബ്രി അതിൻ്റെ അകത്ത് നിന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി ഇങ്ങനെ പറയുമ്പോൾ ജാസ്മിൻ ഇങ്ങനെ കണ്ണ് തുളുമ്പി നിൽക്കുന്നുണ്ട്. അപ്പോൾ കരച്ചിലിങ്ങനെ ജാസ്മിൻ ഇങ്ങനെ ഗബ്രി സംസാരിക്കുമ്പോഴേ കരയാൻ തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഋഷിയും കരയുന്നുണ്ട്, അർജുനും ഒക്കെ പറയുന്നുണ്ട്. ഋഷി കരയുന്നതായിട്ടൊരു മോഹൻലാൽ സാർ ചോദിക്കും എന്തിനാ കരയുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും ഓരോരുത്തർ ഈ 100 ദിവസം നിൽക്കാനുള്ളൊരു സർവൈവലായിട്ട് അന്ന് എല്ലാവരോടും അടി കഴിഞ്ഞതും ദേഷ്യം കഴിഞ്ഞതും അല്ലാണ്ട് അത് അവരുടെ സ്വഭാവമല്ല. അവർക്ക് 5-ൽ എത്തണം എന്നുള്ളൊരു ഇതിലാണ് എല്ലാവരും കളിച്ചത് നല്ല പറഞ്ഞാൽ. അതെല്ലാം കാണുമ്പോൾ ജാൻമണിയൊക്കെ കരയുന്നുണ്ട്. ബാക്കി അപ്ഡേറ്റ് ആയിട്ട് പിന്നെ വരാം. അപ്പോൾ കാത്തിരിക്കുക.